ഹായ്, നമസ്കാരം. ഷാജീസ് കുറിഞ്ഞു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തല മുട്ടയടിച്ചുകൊണ്ട് മുകളിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത്. അടൂർ ഫാസിയുടെ തിയേറ്ററാണിത്. പുള്ളി ഇത്ര പണിത് കഴിഞ്ഞപ്പം പുള്ളി അങ്ങ് മരണപ്പെട്ടു. ഇതിപ്പോൾ ക്ലബ്ബായി. അടൂർ ഫാസിയുടെ തിയേറ്ററിൻ്റെ കൊണ്ടുവശത്താണ് ഇത്. റൺവേയിലോട്ട് തിരിയുന്ന ഭാഗത്ത് റൺവേയിലോട്ട് തിരിയുന്നു. ഇത് കേസായി കിടക്കുവാണ് ഈ ഭൂമി. തിയേറ്റർ പണിത് ഒരു 6 മാസമായപ്പോൾ തന്നെ അടൂർ ഫാസിക്ക് തീരെ സുഖമില്ലാതായപ്പം അദ്ദേഹം മരണപ്പെട്ട് പിന്നെ ആരും നോക്കിയില്ല. ഇത് തിയേറ്ററിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. മൾട്ടിപർപ്പസ് തിയേറ്ററായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു 1000 പേർക്ക് അടുത്ത് തന്നെ ഇരിക്കാം. 3 നിലകളിലായിട്ടാണ് തിയേറ്റർ പണിതുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഈ തിയേറ്ററും ഒരു സ്വപ്നമായി തുടരുന്നു. ഇന്നൊരു ക്ലബ്ബാണ് പ്രവർത്തിക്കുന്നത്. ഈ തിയേറ്ററെ പറ്റി പല ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇത് തുറന്ന് പ്രവർത്തിക്കണം, ഇതൊക്കെ മുഴുവൻ കാട് കയറി സാമൂഹിക വിരുദ്ധരുടെ ഭയങ്കരമായ ശല്യം. ഇത് ന്യൂ സ്റ്റാർ ക്ലബ്ബ് അടൂർ. കൊള്ളാമല്ലോ സംഭവം. ആരും ഉണ്ടോ? ഹായ്, ഇങ്ങ യാരുമേ ഇല്ലയാ? ഞാൻ തനിയെ മട്ടുമാ. ഇത് കൊള്ളാമല്ലോ. എനിക്ക് വേണ്ടിയാണ് കസാറയൊക്കെ നിരത്തിയിട്ടേക്കുന്നല്ലോ. വെള്ളോടി സെറ്റപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ സ്റ്റാർ ക്ലബ്ബ് അടൂർ. ഭയങ്കര സെറ്റപ്പൊക്കെയാണ്. കുറേയില്ലാത്ത നല്ല വിശാലമായ ഒരു സംഭവം. പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കള്ളുകുപ്പി, ബിയർ കുപ്പി, എന്തോ ഇത്? എന്താ ബിയറിൻ്റെ ഒരു ഭയങ്കര കോട്ടയാണല്ലോ ഇവിടെ. അടിപൊളി സംഭവം കേട്ടോ. ഫാസി സാറ് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അടൂരിലെ നമ്പർ 1 തിയേറ്റർ ആയിരുന്നേനെ ഈ പാവം. അടൂർ ഫാസിയുടെ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാസി സാറിനെ അടക്കം ചെയ്തിരുന്നത് പെരിയനാട് ഭാഗത്താണ് അടക്കം ചെയ്തത്. ഞാനവിടെ പോയിരുന്നു. വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ബാൽക്കണി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ചെളിക്കുഴി ഭാഗത്തെ ഒരു വീഡിയോസാണ് വരുന്നത്. ശരി എന്നാൽ.